ഇപ്പോൾ അൾജീരിയയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് പോലും ഞങ്ങൾക്ക് അവിടെ വെതർ റിപ്പോർട്ട് വെച്ച് നോക്കാൻ ചില ദിവസങ്ങളൊക്കെ UV റേസ് ഭയങ്കര ഹാംഫുൾ ആയിരുന്നു. പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് വെതർ റിപ്പോർട്ട് റെഡ് തന്നിട്ട് പറഞ്ഞങ്ങനെ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ഗോ ഔട്ട്. ആ ടൈമിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെസേർട്ടിൽ. ഇനീഷ്യൽ തന്നെ സർ ബ്ലെസ്സി സർ ഹാഡ് എ പോയിന്റ് സെയിങ് ബുക്കിനെ സ്ട്രേറ്റ് കോപ്പി ചെയ്യുന്നില്ല. ബിക്കോസ് ആൻഡ് ദാറ്റ് വാസ് എ വെരി ഗുഡ് ഐഡിയ ഓഫ് നോട്ട് ടു കോപ്പി. ബിക്കോസ് കോപ്പി ചെയ്ത് കഴിഞ്ഞാലാണ് അന്നേരം ചോദ്യങ്ങളും ഇതൊക്കെ വരുന്നത്. ഈ ഒരു സിനിമ ആ ബുക്കിൻ്റെ ബേസ്ഡാണ്. അപ്പോൾ ഞങ്ങൾ ഇനീഷ്യലി അങ്ങനെ ഓർത്തത് മിക്കവാറും ഇവിടെ ആടുമോട്ടൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കൂടാം, എല്ലാം കഴിയുമ്പോൾ പോവാം ഇതൊക്കെ വിചാരിച്ച് പോകാൻ പറ്റിയ. കോവിഡ് ഹസ് ഹെൽപ്ഡ് ദ ഫിലിം ഓൾസോ അറ്റ് സം സ്റ്റേജ്. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് തിങ്കിങ് ചെയ്യാനായിട്ട് ഒരു സ്പേസും കിട്ടിയായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടി. എന്താ വി ഇമ്പ്രൂവ്ഡ്. പൃഥ്വിരാജ് പോലും ലേറ്റർ സ്റ്റേജ് ആടുകളുടെ ആ ഒരു സൗണ്ടിങ് ഒക്കെ പഠിച്ചു. സോ അതാണ് വിച്ച് മെയ്ഡ് ഹിം ഈസി വിത്ത് ദി ആനിമൽസ് ആൻഡ് സ്റ്റഫ്. ഞങ്ങൾക്കും വേറൊരു ജീവിതം ഉണ്ടായിരുന്നു. ആടുജീവിതം തന്നെ 6 വർഷമായിട്ട് വേറൊരു ജീവിതമില്ല. 24 hours ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. മോർണിംഗ് എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഡിസ്കഷനാണ്, ഞങ്ങളുടെ പേഴ്സണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ. സോ ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് ഉണ്ടായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു ഡോഗാണെങ്കിൽ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യാൻ എളുപ്പം. ആട് ഇറ്റ്സ് ഇമ്പോസിബിൾ, ഷീപ്പ് ആൻഡ് ഓൾ ഇമ്പോസിബിൾ ടു ട്രെയിൻ. ബട്ട് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് കുബൂസൊക്കെ കാണിച്ച് ഞങ്ങളങ്ങനെ ആടുകളെ ഒട്ടകളൊക്കെ പറ്റിച്ച് ഞങ്ങൾ എടുത്തു ഷോട്ട്സൊക്കെ. ആടുജീവിതത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള റൂബിനാണ് ഇന്ന് മീഡിയ വണ്ണൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു. നമ്മൾ ആടുജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക സ്വാഭാവികമായിട്ടും ചീഫ് അസോസിയേറ്റിനും മറ്റ് സംവിധാന സഹായികൾക്കും ആയിരിക്കും. ഈ ഒരു വർക്ക് അവറും നോക്കാതെ പൊതുവെ കേട്ടിട്ടുണ്ട്, ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നതടക്കം ഉറക്കമില്ലാത്ത രാത്രികൾ എക്സാക്ട്ലി അനുഭവിക്കേണ്ടി വരുന്ന ഒരു ടീമാണ്. ആടുജീവിതം മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ആടുജീവിതത്തിന്റെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു എൻ്റയർ ഷൂട്ടിംഗ് പ്രോസസ്സിനെയൊക്കെ റോബിൻ വിലയിരുത്തുന്നത്? അതിന്റെ ഒരു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഹാർഡ്ഷിപ്പ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അകത്തുനിന്നുള്ളവർക്ക് അത് എങ്ങനെയായിരുന്നു? ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു. ഈ തുടക്കം മുതൽ നമ്മൾ പടം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് എനിക്കറിയായിരുന്നു ഇതൊരു ഹാർഡ്ഷിപ്പുള്ള പടം, ഇത് പെട്ടെന്ന് അങ്ങനെയൊന്നും തീരാൻ പോടില്ല, അത്രയും വർക്ക് അതിൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഞങ്ങൾ ഭയങ്കര ഒരു ലോങ് പ്രീ പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്തായിരുന്നു. കാരണം ഷോർട്ട് ബ്രേക്ക് ഡൗണും ആ സ്കെഡ്യൂളിനെ നമ്മളെങ്ങനെയാണ്, കാരണം സ്കെഡ്യൂൾ ചെയ്യാൻ നേരത്ത് പോലും ഞങ്ങൾക്ക് പല ആസ്പെക്ട്സ് നോക്കണമായിരുന്നു. നമ്മൾ ഏത് ടെറൈനിലാണ്, എപ്പോഴാണ് ലൈറ്റ് വൈസ് നമ്മൾ എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്, വെതർ റിപ്പോർട്ട് നോക്കുമായിരുന്നു. കാരണം ചില സമയത്ത് ക്ലൗഡി ആകുമ്പോൾ ആ സീൻസ് ഞങ്ങൾ ഓടിപ്പോയി ചെയ്യും. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടും ഇരിക്കണം, എന്നാൽ നമ്മൾ സ്കെഡ്യൂളും കൂടെ ചെയ്യും. ഈവൻ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഞങ്ങളിങ്ങനെ ഒരു 32 days എന്തോ പ്ലാൻ ചെയ്ത് പോയപ്പോൾ അവിടെ ഒരു 4 ദിവസം സാൻഡ് സ്റ്റോമും ഇതൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നു. ലാസ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് രാവിലെ 6 മണി മുതൽ ഡെസേർട്ടിൽ ഒരു 10 മണി വരെ ഷൂട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഡിന്നർ കഴിച്ചിട്ട് നേരെ അക്കാബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. ഒരു 2 hour ഡ്രൈവായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും ഒരു 3 മണി വരെ ഷൂട്ട് ചെയ്തു. രാവിലെ തിരിച്ചു വന്ന് ബാഗ് പാക്ക് ചെയ്തു നേരെ തിരിച്ച് വരുമായിരുന്നു. ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് വാസ് 24 hours ഞങ്ങൾ ഷൂട്ട് ചെയ്തു. സോ ഇങ്ങനത്തെ ഒരു വാസ് ഇൻട്രസ്റ്റിംഗ്, നമുക്ക് അങ്ങനെ ലൈഫിൽ ഇങ്ങനൊരു സിനിമ എപ്പോഴും കിട്ടില്ല. ഇത് വൺസ് ഇൻ എ ലൈഫ്. സോ എല്ലാവരും എൻജോയും കൂടെ ചെയ്തു ആ ഒരു ഹാർഡ്ഷിപ്പ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫ്രൂട്ട് പോലെ കിട്ടുന്ന പോലെ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്നതും ജനങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടു വരുന്നതും ആ ഒരു കാരണത്താലാണല്ലോ. സോ അതുകൊണ്ട് വി ആർ ഹാപ്പി. ഇതിൽ ഹാർഡ്ഷിപ്പ് ഞങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. ഈ സീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യണ പോലും ലിസാറും ഞാനും കൂടെ ഞങ്ങൾ അഭിനയിക്കുമായിരുന്നു ഓഫീസിൽ കിടന്നിട്ട്. അപ്പോൾ അഭിനയിച്ചാണ് ഞങ്ങൾ ഓരോ സീൻ ഇങ്ങനെ ഷോട്ട് ചെയ്യാം, ഇങ്ങനെ ഷോട്ട് എടുക്കാം, അതൊക്കെ പ്ലാനിങ് എല്ലാം ചെയ്തിരുന്നത്. ഈവൻ ദോ അവിടെ ചെന്നിട്ടും നമ്മൾ റീവർക്ക് ചെയ്യുമായിരുന്നു എവറി ഡേ. വെതറും കാരണം ഇപ്പോൾ അൾജീരിയയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് പോലും ഞങ്ങൾക്ക് അവിടെ വെതർ റിപ്പോർട്ട് വെച്ച് നോക്കാൻ ചില ദിവസങ്ങളൊക്കെ UV റേസ് ഭയങ്കര ഹാംഫുൾ ആയിരുന്നു. പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് വെതർ റിപ്പോർട്ട് റെഡ് തന്നിട്ട് പറഞ്ഞങ്ങനെ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ഗോ ഔട്ട്. ആ ടൈമിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെസേർട്ടിൽ. ഇപ്പം
മലയാളത്തിലേക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അസോസിയേറ്റ് ഇത് വരുന്നത്. പക്ഷെ ഇതിനു മുൻപ് ഇന്ത്യയിലെ ഒക്കെ ആയിട്ട് മറ്റ് പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാളത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു എന്ന്. അത്രയും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആടുജീവിതവും ബ്ലെസ്സിയും തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എങ്ങനെയായിരുന്നു വന്നത്? എന്തായിരുന്നു അത്? എല്ലാ കാരണങ്ങളും ഒത്തുചേർന്ന് വന്നതായിരുന്നു? ഡെസ്റ്റിനി ആയിരുന്നു അത്. എന്നാന്ന് വെച്ചാൽ ഞാൻ ബോംബെയിലായിരിക്കാൻ നേരത്ത് ആഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു മലയാള സിനിമ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആരെ കോൺടാക്ട് ചെയ്യണം ഒന്നും അറിയാതെ ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു ഒരു സിനിമ, മലയാള സിനിമ. ഒരു കുറച്ച് നാളുള്ളിൽ തന്നെ എനിക്കൊരു കോൾ വന്നു, ഇങ്ങനെ ആടുജീവിതം എന്നൊരു സിനിമയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് അയച്ചു തന്നു, വായിച്ചിട്ട് നിങ്ങൾ പറയുന്നു. ഞാൻ അതെ. അപ്പോൾ അവിടുന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് വായിച്ചുള്ളൂ. ഞാൻ അപ്പം തന്നെ യെസ് പറഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഓൺ ദ വേ ഫ്ലൈറ്റിലിരുന്നാണ് സെക്കൻഡ് ഹാഫ് വായിക്കുന്നത്. ഞാൻ അന്നേരം ആലോചിച്ചു, നമ്മൾ ഈ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കും. അന്നാണ് ഞാനത് മനസ്സിലാക്കി. കാരണം നമ്മൾ അത്രയ്ക്ക് തീവ്രമായി ആഗ്രഹിച്ചിരുന്നപ്പോൾ ആ കാര്യം നടന്നുണ്ട്. ആടുജീവിതം അതിന് മുൻപ് ആ നോവല്, ഇപ്പം ഈ സിനിമയുടെ ഡിസ്കഷൻസ് വരുന്നതിന് മുൻപ് നോവൽ എപ്പോഴെങ്കിലും വായിച്ചിരുന്നോ? ഇല്ല, ഞാൻ വായിച്ചില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമ നോവൽ എന്നെ ബേസ്ഡ് ചെയ്തിട്ടുള്ള സിനിമയായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നോവൽ വായിക്കുന്നത്. അപ്പം ആ നോവലിൽ നിന്ന് ആ ഒരു സ്ക്രിപ്റ്റ് ആക്കിയ പ്രോസസ്സിനെ നിങ്ങൾ ഈ ടെക്നീഷ്യൻസ്മാരുടെ ലെവലിൽ കാണുമ്പം നമ്മളും ആ നോവൽ വായിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വിഷ്വൽ സാധ്യതയോടെയാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത് തന്നെ. അപ്പൊ നമ്മുടെ മൈൻഡിൽ വിഷ്വൽസ് ഉണ്ട്. പക്ഷെ ഇതൊരു സിനിമയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണിക്കാൻ അതിനകത്ത് ഉണ്ടാവുന്ന ഓഡിയൻസിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എസ്പെഷ്യലി വായിച്ചവർക്ക്. അപ്പം ഈ തിരക്കഥ വായിച്ചതിന് ശേഷമാണല്ലോ നോവൽ വായിക്കുന്നത്. അപ്പോൾ താങ്കൾക്കത് തിരിച്ചായിരിക്കും. ഇപ്പൊ തിരക്കഥയിൽ വിഷ്വൽ കണ്ട ശേഷമാണ് ഇത് വായിക്കുന്നത്. അപ്പൊ അതിനുശേഷം തോന്നിയിരുന്നു നോവലിൽ ഏതെങ്കിലും സീന് കൂടുതൽ ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനുശേഷം എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ ബ്ലിസ്സാറായിട്ട്? ഇല്ല, ഞങ്ങൾ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ത്രൂ ഔട്ട്. ബിക്കോസ് ഒരു ബുക്ക്, ഒരു നോവൽ നമ്മൾ സിനിമയാക്കുമ്പോൾ അതിൽ ഭയങ്കര ചാലഞ്ചസ് ഉണ്ട്. ബിക്കോസ് എല്ലാ റീഡറിനും ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ്, ദേ ഹാവ് ദെയർ ഓൺ ഫിലിം ഇൻ ദർ ഹെഡ്. അവരുടെ മസ്ര ഇങ്ങനെ ആയിരിക്കും, അവരുടെ നജീബ് ഇങ്ങനെ ആയിരിക്കും, അവരുടെ ഡെസേർട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും പലതും പലവരുടെ ഇതാണ്. അപ്പം ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ നേരത്തെ പോലും ഈച്ച് ആൻഡ് എവറി സാറിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ തന്നെ ബ്ലെസ്സി സർ ഹാഡ് എ പോയിന്റ് സെയിങ് ബുക്കിനെ സ്ട്രെയിറ്റ് കോപ്പി ചെയ്യുന്നില്ല. ബിക്കോസ് ആൻഡ് ദാറ്റ് വാസ് എ വെരി ഗുഡ് ഐഡിയ ഓഫ് നോട്ട് ടു കോപ്പി. ബിക്കോസ് കോപ്പി ചെയ്ത് കഴിഞ്ഞാലാണ് അന്നേരം ചോദ്യങ്ങളും ഇതൊക്കെ വരുന്നത്. ഈ ഒരു സിനിമ ആ ബുക്കിൻ്റെ ബേസ്ഡാണ്. ആ ബുക്കിലില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ. കാരണം ബുക്കിൽ ഒരു ചാപ്റ്ററാണ്, അത് ചിലപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും. സോ സിനിമയിൽ ചെയ്യാൻ നേരത്തെ അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, അൺലെസ് ഇറ്റ്സ് എ സീരീസ്. സോ അതുകൊണ്ട് കണ്ടിന്യൂറ്റിയിൽ കുറേ ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബുക്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ബാക്കി ക്രിയേറ്റീവായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ലുക്കിംഗ് ബാക്ക് ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഓഫ് വാട്ട് വി ഹവ് ഡൺ. ഇറ്റ്സ് ലൈക്ക് ദ ബെസ്റ്റ് വാട്ട് വി കുഡ് ഡു വിത്ത് ദിസ് ഫിലിം. ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ ജോർദാനിലെ ഷൂട്ടിൻ്റെ സമയത്താണ് കോവിഡിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഈ ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ ഉള്ള നിലയിൽ വരുമ്പം നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു പാലം പോലെ പ്രവർത്തിക്കേണ്ടി വരും. നിങ്ങളുടെ താഴെയുള്ള എല്ലാ ടെക്നീഷ്യൻസ് ആയിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഇതിൽ ആർട്ടിസ്റ്റുകളുടെ എണ്ണം കുറവാണ്, എന്നാലും ബാക്കി ഒരുപാട് മേഖലയിലും ഇപ്പം ഈവൺ അതിനകത്ത് ഒരുപാട് മൃഗങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പം അതിൻ്റെ ആളുകളുണ്ടാവും. അപ്പൊ ഇതേപോലെ തന്നെ സംവിധായകനെ ഒന്ന് കൂളാക്കി നിർത്തേണ്ടതിന്റെയും സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ ബ്ലെസ്സിയെ പോലൊരു സംവിധായകൻ ഒരുപാട് നാളത്തെ സ്വപ്നമായിട്ട് വന്നിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പല പല ഗ്രൂപ്പുകളെ ഒന്ന് ആ ഒരു വർക്കും കൂടെ എക്സ്ട്രാ അല്ലേ? ഭയങ്കര എക്സ്ട്രാ ആയിരുന്നു. കാരണം ഞാനതാ ഇങ്ങനെ ആലോചിച്ച് സിനിമ കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ആലോചിച്ച ഈ 6 വർഷം ഞാൻ നോക്കുമ്പോൾ ഫിലിം മേക്കിംഗ് മാത്രമല്ല ഇതിലൊരു ക്യാരക്ടർ ബിൽഡിങ്ങും നടന്നിട്ടുണ്ട്. നമ്മളും നമ്മുടെ ഫ്ലോസ് അറിഞ്ഞു ഇതൊക്കെ. കാരണം കോവിഡ് സമയത്ത് പോലും ഇങ്ങനെ ആൾക്കാർ പലരും ഒന്നാമത് ഞങ്ങളവിടെ ഇരിക്കാൻ നേരത്ത് ഞങ്ങൾക്ക് കോവിഡ് ഇത്രയും സീരിയസ് ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പയ്യെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ക്രൂവിനൊക്കെ സ്ട്രെസ്സും പാനിക്ക് വന്നു തുടങ്ങിയത് നാട്ടിലേക്ക് പോകുന്നത്. കാരണം പല സ്ഥലത്തു നിന്നുള്ള ക്രൂ ഉണ്ടായിരുന്നു, നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്ന്. അപ്പോൾ അതുമാത്രമല്ല ജോർഡേനിയൻ ആൾക്കാരുണ്ടായിരുന്നു, അവരും അവിടെ നമ്മുടെ കൂടെ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പം അവർക്കും വീട്ടിൽ പോകണം, അവരെയും ഫാമിലി അവിടെ ഉണ്ട്, ഇവിടെ ഉള്ള എല്ലാവരുടെയും ഫാമിലി ഇവിടെ ഇരിക്കുകയാണ്.
അപ്പോൾ പാനിക്കും ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും വിളികളൊക്കെ വന്നു തുടങ്ങി, സ്ട്രെസ്സായി അവർക്കും ഇത് പെട്ടെന്ന് പാനിക്ക്. അപ്പോൾ അതിൽ പലർക്കും പല സ്ട്രെസ്സാണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം, നിങ്ങൾ എങ്ങനെയും ഒന്ന് ചെയ്യണം, വീട്ടിൽ പോകണം, ഞങ്ങൾക്ക് എങ്ങനെയും എൻ്റെ ചെറിയ കുട്ടിയാണ് എനിക്കുള്ളത്, അപ്പോൾ എനിക്ക് എങ്ങനെയും വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈവൻ നമ്മുടെ ചില ആക്ടേഴ്സൊക്കെ ലൊക്കേഷനിൽ പോലും എത്തില്ലായിരുന്നു, അവർ ക്വാറന്റൈനിൽ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആക്ടർ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് അറൗണ്ട് 55 days കഴിഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചു വന്നു. ആ ആൾക്ക് ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് വന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് ആ ആൾ ഒരു മാസവും കൂടെ അവിടെ കിടന്നായിരുന്നു, ഒരു ആക്ടർ. അപ്പോൾ അത്രയും ഹാർഡ്ഷിപ്സും. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സ്റ്റേബിലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പലരും പല ക്യാരക്ടേഴ്സ് തന്നെ. ക്രൈസിസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഇസ് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പഠിച്ചൊരു ഇതാണ്, ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് കമ്മ്യൂണിക്കേഷൻ. സംസാരിക്കുക എല്ലാവരോടും. ദ മൊമെൻറ്റ് കോൺവെർസേഷൻ അങ്ങനെ നടക്കുമ്പോൾ ദേ വിൽ ഓൾ ഫീൽ ബെറ്റർ. അവരവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയും, നമ്മളത് കേൾക്കും. എന്നിട്ട് അവരോട് പറയും നമുക്ക് എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. പിന്നെ ബ്ലെസ്സി സാറും പൃഥ്വിരാജും ഭയങ്കര ഞങ്ങളെല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു പെപ് ടോക്ക്, അതെ ഒരു പെപ് ടോക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതെ. അപ്പോൾ ഞങ്ങൾ ഇനീഷ്യലി അങ്ങനെ ഓർത്തത്, മിക്കവാറും ഇവിടെ ആടും ഓട്ടൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കൂടാം, എല്ലാം കഴിയുമ്പോൾ പോവാം ഇതൊക്കെ വിചാരിച്ച് പോകാൻ പറ്റിയ സീരിയസ്നെസ് അതുപോലെ ആയിരുന്നല്ലോ. അപ്പോൾ ഈവൻ അവിടെ അങ്ങനെയാണ് ക്രിക്കറ്റ് കളി, അവിടെ കളികളുമോ ഇതൊക്കെ ഞങ്ങൾ പയ്യെ, കാരണം അതെ വിഷു ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു. കാരണം മെൻ്റലിയും എല്ലാവരെയും ഒന്ന് സ്റ്റേബിൾ ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എല്ലാവരും കുറച്ചൊന്ന് പാനിക്കായിരുന്നു. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് സ്റ്റേബിലൈസ് ആയി, എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സോ ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. കോവിഡ് ആണെങ്കിൽ പോലും ഞാൻ ഐ ലുക്ക് അറ്റ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. കോവിഡ് ഹസ് ഹെൽപ്ഡ് ദ ഫിലിം ഓൾസോ അറ്റ് സം സ്റ്റേജ്, ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് തിങ്കിങ് ചെയ്യാനായിട്ട് ഒരു സ്പേസും കിട്ടിയായിരുന്നു. കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടി. ആൻഡ് ദെർഫോർ വി ഇംപ്രൂവ്ഡ്. നമ്മൾ പൃഥ്വിരാജ് നമുക്ക് തന്ന അഭിമുഖത്തിൽ ഒരു സാൻഡ് സ്റ്റോമിൽ നിങ്ങൾ ഒറിജിനൽ സാൻഡ് സ്റ്റോമിൻ്റെയും കുറച്ച് ഷൂട്ട് ചെയ്യാൻ പോയതിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ചീഫ് അസോസിയേറ്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത ഒരു ഷോട്ട് എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീക്വൻസ്, ചെറിയൊരു സീനൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ വളരെയധികം ഇതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു ഷോട്ട് എടുക്കുകയും അത് വിചാരിച്ച പോലെ തന്നെ കിട്ടുക, അങ്ങനെ മൈൻഡിൽ ഭയങ്കര സൂക്ഷിക്കുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും? ഇതിൽ കുറേ അങ്ങനെ ഷോർട്സ് ഉള്ളതുകൊണ്ട്, എസ്പെഷ്യലി വിത്ത് ദി ആനിമൽസ് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ട്രെയിൻഡ് ആനിമൽസും അല്ല, നമുക്കൊരു പ്രൊഫഷണൽ ട്രെയിനർ പോലെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തന്നെ R&D നമ്മൾ തന്നെ ആടുകളോട് അങ്ങനെ പോകുന്നു, ഇങ്ങനെ വരും. അപ്പോൾ അവിടെയാണ് ചെറിയ ഒട്ടകത്തിന് ആടുകളുടെ ഭാഷകളൊക്കെ പഠിച്ച്, കുറേ സൗണ്ട്സൊക്കെ പഠിച്ചു. അപ്പോൾ ആ സൗണ്ട് ചെയ്യുമ്പോഴാണ് അവർ വരുവുള്ളൂ പഠിച്ചു. വേറൊരു സൗണ്ട് ചെയ്യുമ്പോൾ അവർ പോകും. അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ച് തന്നെ പഠിച്ച് അങ്ങനെയാണ് അവരെ കൊണ്ട് പെർഫോമൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈവൻ പൃഥ്വിരാജ് പോലും ലേറ്റർ സ്റ്റേജ് ആടുകളുടെ ആ ഒരു സൗണ്ടിങ് ഒക്കെ പഠിച്ചു. സോ അതാണ് വിച്ച് മെയ്ഡ് ഹിം ഈസി വിത്ത് ദി ആനിമൽസ് ആൻഡ് സ്റ്റഫ്. സോ ഇറ്റ് വാസ് ഗുഡ് ഫൺ. ഇപ്പം എല്ലാവരും ബ്ലെസ്സി സംവിധായകനെയും പൃഥ്വിരാജ് എന്നുള്ളൊരു നടനെ അവരുടെ അടുത്തൊരു എഫേർട്ടിനെയും പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അവർ ആ രണ്ടുപേരുടെയും കൂടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് വർക്ക് ചെയ്തെന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ, ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ, സംവിധായകൻ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലും ഇവർ രണ്ടുപേരെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു അസ്പയറിംഗ് ആയിട്ടൊരു ഒന്നൊരു ക്വാളിറ്റികൾ ഫീൽ ചെയ്തത്? ഭയങ്കര അസ്പയറിങ് ഇൻസ്പിറേഷനിലും കൂടെയാണ് രണ്ടുപേരും. ബിക്കോസ് ബ്ലെസ്സി സാറിൻ്റെ, ഞാൻ അതാണ് എപ്പോഴും ആലോചിക്കും, ബ്ലെസ്സി സാറിൻ്റെ ഒരു പാഷൻ ഉണ്ടല്ലോ ഫിലിം മേക്കിങ്ങിനോട്, ഭയങ്കര സ്ട്രോങ് പാഷനാണ്. എന്ത് സംഭവിച്ചാലും ഇതാണ് സിനിമ, ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളും. ഞങ്ങൾക്കും വേറൊരു ജീവിതം ഉണ്ടായില്ല. ആടുജീവിതം തന്നെ 6 വർഷമായിട്ട് വേറൊരു ജീവിതമില്ല. 24 hours ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. മോർണിംഗ് എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഡിസ്കഷനാണ്, ഞങ്ങൾ പേഴ്സണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ. സോ ഒരു ബോണ്ടിങ്ങും ഭയങ്കരമായിട്ട് ഉണ്ടായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഈസി. അപ്പോൾ സാറിൻ്റെ ഒരു ക്രിയേറ്റീവ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ പ്രൊഡക്ഷൻ പോലും ഞങ്ങൾ ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഞങ്ങൾ പെർഫോമും എല്ലാം ചെയ്ത് എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് തരും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം, ക്രിയേറ്റീവായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ വി ക്യാൻ ഓപ്പൺലി സേ ഇറ്റ്. സോ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ്.
അതിൻ്റെ കൂടെ പൃഥ്വിരാജ് പോലും. സോ ഈവൻ ഞങ്ങൾ ഷോട്ട് ഓരോന്നും എടുക്കാൻ എവറി ഷോട്ടിന് മുമ്പ് ദിവസം ഡിസ്കഷൻ, സുനിലും പൃഥ്വിരാജ് ബ്ലസ്സർ ഞാനും. അപ്പോൾ ഞങ്ങളിങ്ങനെ റൗണ്ടായിട്ട് നിന്നിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ഷോട്ടിനും അതിൻ്റെതായ ഒരു കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. നത്തിങ് വാസ് എ സർപ്രൈസ്. ഇതെല്ലാം പ്രീ പ്ലാൻഡും, ഇതെല്ലാം ഓൺ പേപ്പറും, ഇതെല്ലാം റിഹേഴ്സും, ഇതെല്ലാം സ്ട്രോങ് ആയിട്ട് ചിന്തിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് പ്രീ പ്രൊഡക്ഷൻ ഞങ്ങൾ കുറേ സമയം എടുത്തു. ഈവൻ ഓട്ടങ്ങളുടെയും പെർഫോമൻസും ആടുകളുടെ പെർഫോമൻസ് ഇതെല്ലാം സാർ എഴുതിയിട്ടുണ്ടായിരുന്നു. സെയിങ് പൃഥ്വിരാജ് ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ പറഞ്ഞ് പോകാൻ നേരത്ത് ഒരാട് നോക്കി നജീബിനെ നോക്കിയിട്ടൊന്ന് ചിണുങ്ങും. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതിയിട്ട് ഇത് അച്ചീവ് ചെയ്യണം നമുക്ക് ഓൺ സെറ്റ്. അത് വലിയൊരു ചാലഞ്ചായിരുന്നു. കാരണം ഒരു ആടൻ ഒരു ഡോഗ് ആണെങ്കിൽ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യാൻ എളുപ്പം. ആട് ഇസ് ഇമ്പോസിബിൾ, ഷീപ്പ് ആൻഡ് ഓൾ ഇമ്പോസിബിൾ ടു ട്രെയിൻ. ബട്ട് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് കുബൂസൊക്കെ കാണിച്ച് ഞങ്ങളങ്ങനെ ആടുകളെ ഒട്ടകളൊക്കെ പറ്റിച്ച് ഞങ്ങൾ എടുത്തു ഷോട്ട്സൊക്കെ. ഇപ്പം റോബിന് ഇനിയും മലയാള സിനിമയിൽ ഒരുപാട് കാണാൻ കഴിയുമ്പോൾ എന്താണ് പുതിയ പ്രോജക്റ്റുകൾ പറ്റിയൊക്കെ പറയാൻ? പുതിയ പ്രോജക്റ്റ് ആസ് ഓഫ് റൈറ്റ് നൗ ഇപ്പോൾ ഞങ്ങൾ ഈ സിനിമ ഇടയിൽ തന്നെ ബ്ലെസ്സി സാറും ഒരു സ്ക്രിപ്റ്റ് ബ്ലെസ്സി സാർ ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബ്ലെസ്സി സാറിന് തന്നെ നെക്സ്റ്റ് ഫിലിമായിട്ട് ചെയ്യാനാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, അപ്പോൾ സാർ എഴുതി തരാമെന്ന് പറഞ്ഞു എനിക്ക്. സോ അതാണ് നെക്സ്റ്റ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് എഴുതി തുടങ്ങാം. അതിൻ്റെ ബാക്കി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഇൽ സ്ലോലി ഹാപ്പൻ. ബട്ട് നെക്സ്റ്റ് പ്രൊജക്റ്റ് അതാണ്. ഹീസ് റൈറ്റിംഗ് ഫോർ മീ. സോ ഐ ഹോപ്പ് എവറിഥിങ് ഗോസ് വെൽ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പം ആടുജീവിതത്തിന് ശേഷം അതിലും മികച്ചൊരു സിനിമയായിട്ട് റോബിനെ സ്വന്തം സംവിധാനത്തിൽ മലയാളികൾക്ക് കാണാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു.